അപ്പോ നീ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അത് പറ. എന്റെ പ്ലാൻ എന്താണെന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ആദ്യം നിന്റെ പ്ലാൻ എന്താണെന്ന് എനിക്കറിയേണ്ടത്. ആ അരുൺ ഭാസ്കറിന്റെ പ്രപ്പോസലുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ നിന്റെ ഉദ്ദേശം? എനിക്കറിയില്ല. അപ്പോ അച്ഛനും അമ്മയൊക്കെ എന്തിനാണ് ഇപ്പൊ ഇതിൽ ഇത്ര ഇൻട്രസ്റ്റ് എടുക്കുന്നതെന്ന് സത്യമായിട്ട് എനിക്കറിയില്ല. അപ്പോ നിനക്ക് ഈ പ്രപ്പോസലിൽ ഇൻട്രസ്റ്റ് ഇല്ലെന്നാണോ? അതോ ഇപ്പൊ ഇൻട്രസ്റ്റ് ഇല്ലെന്നാണോ? ശരിയാ, നമ്മൾ വല്ലാതെ മാറിപ്പോയി മാളു. നമ്മൾ മാത്രമല്ല, നമ്മുടെ വീട്ടുകാരും. ഇതുവരെ എന്റെ വീട്, നിന്റെ വീട്, എന്റെ റൂം, നിന്റെ റൂം, അങ്ങനൊന്നും ഇല്ലായിരുന്നു നമുക്കിടയിൽ. എല്ലാം നമ്മുടേതായിരുന്നു. നമ്മുടെ വീടും നമ്മുടെ റൂമും നമ്മുടെ പേരൻസും ആയിരുന്നു. ഇപ്പൊ എല്ലാം നിന്റേതും എന്റേതുമായി, അല്ലേ മാണു? ഓർമ്മ വെച്ച നാൾ മുതൽ തമ്മിൽ പിരിഞ്ഞ് ജീവിച്ചിട്ടില്ല നമ്മൾ. ഞാൻ എന്താണെന്നും എന്റെ മനസ്സെന്താണെന്നും നിനക്ക് നന്നായിട്ടറിയാം. എന്തിനാ ഒരുമിച്ച് കിടന്നുറങ്ങണമെന്ന് ഞാൻ വാശി പിടിക്കുന്നതെന്ന് നിനക്കറിയോ? ഞാൻ എന്റെ മനസ്സ് പിടിച്ച കിട്ടാതെ പലപ്പോഴും പലതും ആലോചിച്ച് പോകുമ്പോ അറിയാതെ എങ്കിലും എല്ലാം ഒന്ന് അവസാനിപ്പിച്ചാലോ എന്ന് തോന്നും. അപ്പോ ആ തോന്നലിൽ നിന്ന് രക്ഷപ്പെടാൻ, ഒരു സെക്കൻഡ് കൊണ്ട് കുതറി മാറാൻ എനിക്ക് നീ അടുത്തുണ്ടായാൽ മതി. ഒന്ന് മുറുകെ പിടിച്ചാൽ മതി, ഞാൻ ഓക്കെ ആവും. ആ പ്രസൻസ് എനിക്ക് തരുന്നത് എത്രമാത്രം സേഫ്റ്റിയും കോൺഫിഡൻസും ആണെന്നറിയോ? എന്തു വന്നാലും, ആരൊക്കെ എന്നെ ഉപേക്ഷിച്ച് പോയാലും നീ കൂടെ ഉണ്ടാവുന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ആണോ? ആ വിശ്വാസത്തിൽ എനിക്ക് ഇനിയും ജീവിക്കാമോ? നീ കൂടെ ഉണ്ടാവുമെന്ന ഉറപ്പിന്മേൽ തന്നെ എന്റെ ഐഡന്റിറ്റി എനിക്ക് എല്ലാവരോടും വെളിപ്പെടുത്താമോ? അതാ എനിക്ക് നിന്നിൽ നിന്നറിയേണ്ടത്. അച്ഛനാ നമ്മളെ കാണഞ്ഞിട്ട് വിളിക്കുക. നേരെ ഒരുപാടായില്ലേ, നമുക്ക് പോവാ. അപ്പോ ഞാൻ ചോദിച്ചതിന് നീ ആൻസർ പറഞ്ഞില്ലല്ലോ. അത് നീ കഴിക്ക, നമുക്ക് പോവാം. അച്ഛാ പ്ലീസ്, എനിക്ക് പോണം. എനിക്കെന്റെ മാളൂനെ കാണണം. പ്ലീസ് അച്ഛാ. അപ്പോ നീ വെറുതെ വാശി പിടിക്കണ്ട. എനിക്ക് പോയേ പറ്റൂ. ഈ രാത്രി നീ ഇനി എങ്ങോട്ടും പോകുന്നില്ല. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്തുകൊണ്ടാ ഞാൻ അവിടെ പോണ്ടെന്ന് അച്ഛൻ പറയുന്നേ? എനിക്കറിയണം. ഞാനും മാളു എന്ത് ചെയ്തിട്ടാ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ? അപ്പോ ബി ക്വയറ്റ്. എന്താ ഇവിടെ? പോണ്ടെന്ന് പറഞ്ഞാ പോണ്ട. അതിലെന്തെങ്കിലും കാര്യമുണ്ടെന്ന് മാത്രം നീ മനസ്സിലാക്ക്. നോ, അതിലൊരു കാര്യമില്ല. നിങ്ങൾ എല്ലാരും കൂടി ചേർന്ന് എന്തൊക്കെയോ കാര്യവും കാരണവും കണ്ടുപിടിക്കുക. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പോ ഒരു കാര്യമില്ലാത്ത കാര്യത്തിനാ അച്ഛൻ ഈ വാശി പിടിക്കുന്നേ. ഞാൻ മാളൂന്റെ അടുത്ത് പോയാലോ, അവൾ എന്റെ അടുത്ത് വന്നാലോ എന്താ കുഴപ്പം? എന്തിനാ അച്ഛൻ എന്നെ തടയുന്നേ? അപ്പോ റിലാക്സ് യുവർ സെൽഫ്. ഞാൻ പറയുന്നത് നീ ശാന്തമായ മനസ്സോടെ കേൾക്കാദ്യം. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഇന്റൻസിറ്റിയും ഡെപ്തും ഒക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ എല്ലാവരും അങ്ങനെ ആയിക്കോളണമെന്നില്ലല്ലോ. ആരാ ഈ എല്ലാവരും? മുരളിയെങ്കിലും ആന്റിയോ അതോ അമ്മയോ? പറ, ആർക്കാ മനസ്സിലാവാത്തെ? നോക്കപ്പോ, നീ ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് ഒരു കാര്യമില്ല. ഒരു കാര്യം വേണ്ടെന്ന് ഞാൻ നിന്നോട് പറയണമെങ്കിൽ അതിന്റെ പിന്നിൽ തക്കതായ ഒരു കാരണം ഉണ്ടാവുമെന്ന് നിനക്ക് ഊഹിച്ചൂടെ? പകല് മുഴുവൻ നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തില്ലേ? ഇനി രാത്രി കൂടി എന്തിനാ മാളുവിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഞാൻ ചെല്ലുന്നത് മാളുവിനൊരു ഡിസ്റ്റർബൻസ് ആണ്. അവള് പറയില്ല. മാളു അങ്ങനെ പറയില്ലായിരിക്കും. പക്ഷെ അശ്വതിക്ക് മുരളിക്ക് അങ്ങനെ തോന്നിപ്പോവും. ഇതുവരെ അങ്ങനെ അവർക്ക് തോന്നിയിട്ടില്ല. ഇനി ഒട്ടും തോന്നുകയില്ല. അല്ലെങ്കിൽ അത് അങ്കിളും ആന്റി എന്നോട് നേരിട്ട് പറയട്ടെ, ഞാൻ വിശ്വസിക്കാം. അപ്പോ പ്ലീസ്
പറയുന്ന കേക്ക്. ഈ രാത്രി നീ എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ പോവും. ഇന്നെന്നെ വിട്ടില്ലെങ്കിൽ അപ്പോ നീപ്പി അവള് പൊയ്ക്കോട്ടെ. നീ അതിന്റെ പേരിൽ അച്ഛനും മോളും തമ്മിൽ ഒരു വഴക്ക് വേണ്ട പ്ലീസ്.